ഈ കഴിഞ്ഞ 3-4 ദിവസമായി പത്രമാധ്യമങ്ങളിലൊക്കെ അങ്ങ് കത്തി നിൽക്കുന്നൊരു കാര്യം, സാക്ഷാൽ രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ഉദ്ഘാടനത്തിന് വിളിച്ചു. ആ വിളിച്ചത് ഒരു തിരിച്ചുവരവാണോ? രമേശ് ചെന്നിത്തല തിരിച്ചു വരുന്നു എന്നൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ പോലും വിലയിരുത്തി അങ്ങ് കത്തിച്ചു വിടുകയാണ്. സത്യത്തിൽ ഈ ഉണ്ണിയേട്ടനൊക്കെ പറയുന്ന ഒരു സംഗതി വളരെ ഗൗരവമായ ഒരു സാധനമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും ഇത്തരം ചില വികാരപരമായ സംഗതികളിൽ കുടുങ്ങി അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ അതിനെ വിലയിരുത്താൻ തുടങ്ങി എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടമാണ്. കാരണം അതിലെന്ത് പ്രസക്തിയാണുള്ളത്? കേരളത്തിൽ ഒരുപാട് ജയന്തികളുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തിയുണ്ട്, പിന്നെ ബുദ്ധ ജയന്തിയുണ്ട്, നബിദിനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജയന്തികൾ കേരളത്തിൽ നടക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തി ശിവഗിരിയിലെയൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥയാത്രയുടെ ഉദ്ഘാടനവും സമാപനവും എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് ഒരു 10-30% വരുന്ന ജനവിഭാഗത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു മഹാചടങ്ങാണ്. അവിടെ ഉദ്ഘാടനത്തിന് വരുന്നവരെല്ലാം അടുത്ത തവണ പ്രധാനമന്ത്രിയാവുമെന്നോ അടുത്ത തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഒരു കോണിലുമില്ല. നബിദിന സമ്മേളനങ്ങൾ ചില സ്ഥലങ്ങളിൽ വലിയ ഗംഭീരമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ആലുവയിൽ, അതോടൊപ്പം തിരുവനന്തപുരത്തെ ചില മസ്ജിദുകളിലൊക്കെ അല്ലെങ്കിൽ പ്രദേശത്തൊക്കെ വലിയ നബിദിന സമ്മേളനങ്ങളാണ്, 10,000 പങ്കെടുക്കുന്നവ. ആ സ്ഥലങ്ങളിലൊന്നും പ്രസംഗിക്കാൻ വിളിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നവരെ നോക്കിയാണ് എന്ന് ആരും പറയില്ല. അതിനില്ലാത്തൊരു പ്രാധാന്യം എന്തുവാണ് ഈ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നൽകുന്നത് എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിളിച്ചില്ല. അല്ല സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, എല്ലാ വർഷവും അവിടുത്തെ ഈ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ? അങ്ങനെ നിർബന്ധമുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടാൽ വല്ലതും നടക്കുമോ? കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ശശി തരൂരാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നോ? പിന്നെ ഇപ്പോൾ മാത്രം പ്രതിപക്ഷ നേതാവില്ലാതെ രമേശ് ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നത് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ എന്ത് രാഷ്ട്രീയ മാറ്റമാണ്? കേരളം ഒരു രാഷ്ട്രീയ സമൂഹമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു പ്രത്യേക വികാരത്തിൽ എപ്പോഴും വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ MLA-മാരുടെ സ്വീകാര്യതയ്ക്ക് അടിസ്ഥാനത്തിൽ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിനനുസരിച്ചാണ് കേരളം സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും. അതിന് ഇവർക്കൊക്കെ വല്ല പങ്കുണ്ടോ? ഇപ്പോൾ സുകുമാരൻ നായർ സാറ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മകളുമായോ മറ്റോ ഇറങ്ങി വന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ വലിയ ഗമയിൽ പറയുന്നത് കേട്ടു, കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഏത് ജനങ്ങളാണ് ആഗ്രഹിച്ചത്? റിസൾട്ട് വന്നപ്പം റെക്കോർഡ് തകർത്ത് 2ാം തവണ പിണറായി തിരിച്ചു വന്നില്ലേ റെക്കോർഡ് സീറ്റിൻ്റെ എണ്ണത്തിൽ? അന്നേരം എന്ത് മാറ്റം ഉണ്ടായി? ഈ ഇതിന് മുമ്പ് വിളിച്ചവരെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളീ പറയുന്ന ആവശ്യമില്ലാത്തൊരു സംഗതിക്ക് ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചില ആളുകളുണ്ടല്ലോ, അതായത് ഇന്നാര് നോക്കിയാൽ ദൃഷ്ടിയിൽപ്പെട്ടാൽ അങ്ങ് രക്ഷപ്പെടും, അതുകൊണ്ട് 1-ാം തീയതി കയറാൻ അയാളെ തന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കുന്നതുണ്ട്. അതുകൊണ്ട് പുള്ളി ഒരു പ്രദേശത്തെ മൊത്തം വീടുകളിൽ 1-ാം തീയതി കയറിയാൽ അവിടുത്തെ ആളുകളുടെ മൊത്തം കടം തീരുമോ? ഇതെന്തൊരു കൂത്താണ്! മുഖ്യധാരാ സ്ഥാനാർത്ഥികളാണ് ഇത് എഴുതി പറ്റിച്ച് അങ്ങോട്ട് കത്തിച്ച് വിടുന്നത്. മന്നത്ത് പത്മനാഭൻ ജയന്തിക്ക് NSS വിളിച്ചതുകൊണ്ട് രമേശ് ചെന്നിത്തല ഏതാണ്ട് എങ്ങനെയൊക്കെയായി. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എന്തുവാ? അദ്ദേഹത്തിന് ഏതെങ്കിലും രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നവരുണ്ടെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിനൊരു കോംപ്ലക്സ് അടിക്കും, അവരെ അങ്ങ് ചവിട്ടിയിടും. രമേശ് ചെന്നിത്തല നല്ല രീതിയിൽ കത്തി നിന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്പേസും ഒരു സ്വീകാര്യതയും അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവിന് ആകെയുള്ള ഒരു നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് പണ്ട് ഇദ്ദേഹം നടത്തിയ താക്കോൽ പരാമർശം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് വിലയിരുത്തരുത്. ഇത്തവണ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ എഴുതുന്നത് ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ലാത്തൊരു സംഗതിക്ക് വലിയ പ്രാധാന്യം നിങ്ങൾ കൽപ്പിച്ചു കൊടുത്ത് അതിൻ്റെ പ്രൊമോഷനോ ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒക്കെ നടത്തുന്നത് പോലെയാണോ എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് പറഞ്ഞതാണ്.